ഹലോ, അപ്പോൾ നമ്മൾ നെക്സ്റ്റായിട്ട് വരയ്ക്കാൻ പോകുന്ന ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3D ജോമെട്രിയാണ് നമ്മൾ മീഡിയയിൽ എടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതിലും പലതരം വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്. അപ്പം നമ്മളിതിലും ഫ്രണ്ട് വ്യൂ വെച്ച് വരയ്ക്കുന്നതായിരിക്കും കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ 100, ഇപ്പം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 38, ഇങ്ങോട്ട് 38, പിന്നെ താഴോട്ട് 8, ഇങ്ങോട്ട് 12, ഹൈറ്റ് 20, ഇവിടം വരെ 40. സോൾഡർ എക്സ് എടുക്കുന്നു, യൂണിറ്റ് ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം സ്കെച്ച് ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടായിട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് 38, അതേപോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും 38. ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് 8, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് 8, ഇങ്ങോട്ട് 12, ഇങ്ങോട്ടും 12, ഇവിടെ നിന്നുള്ള ഹൈറ്റ് 20, ഇവിടെ നിന്നുള്ള ഹൈറ്റും 20, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 40, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 40. ഇനി നമുക്കൊരു ടോപ്പിലോട്ടുള്ളൊരു ഡിസ്റ്റൻസാണ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് 24, സെൻറ്റർ വരെ നമുക്ക് വരയ്ക്കാം. 24, 24, 24. അപ്പോൾ നമുക്ക് ഷെയ്ഡഡ് ഏരിയയെ നമുക്കിതിനെ എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രൂഡ് ചെയ്യേണ്ട എം എന്ന് പറയുന്നത് 40 mm ആണ്. എക്സ്ട്രൂഡ് ചെയ്തു. ഇനി ഈ ഒരു ഫേസിലാണ് നമുക്ക് ഇവിടെ ഒരു കർവുള്ള സ്ട്രക്ചർ വരയ്ക്കാനുള്ളത്, ഒരു സർക്കുലർ സ്ട്രക്ചർ വരയ്ക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40 ആണ്, പെർ റേഡിയസ് 20. പിന്നെ സെൻട്രൽ പോയിന്റിൽ നിന്ന് മേളിലോട്ട് 20. 3 പോയിന്റ് ആർക്ക് ഓപ്ഷൻ എടുക്കുന്നു. എൻഡ് പോയിന്റ്, എൻഡ് പോയിന്റ്, എൻഡ് പോയിന്റ്. ഈ ലൈൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യുന്നു. ക്ലോസർ ഫിഗർ ആയിട്ട് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ചെയ്യുന്ന ഡിസ്റ്റൻസിൽ 20 mm ആയിരിക്കും. അപ്പോൾ ടോപ്പിലുള്ള സർക്കുലർ സ്ട്രക്ചർ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിൽ സെൻറ്ററിലൊരു ഹോൾ വരയ്ക്കാനുണ്ട്. ഈ ഒരു ഫേസിലൊരു ഹോൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു. അതിൻ്റെ റേഡിയസ് 12 തന്നിട്ടുണ്ട്. റേഡിയസ് 12. ദിസ് ഹോളിൻ്റെ ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രൂഡ് കട്ട് കൊടുക്കുന്നു. ആ ഒരു പാർട്ടിൽ ഹോൾ കട്ട് ചെയ്തു. നെക്സ്റ്റ് ഈ 2 പാർട്ടിലായിട്ട് ഹോൾ കട്ട് ചെയ്യാണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്.
അത് ഈ എൻഡിൽ നിന്ന് 20 mm മാറിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. ഈ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് 20 mm മാറി. അതേപോലെ ഈ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് 20 mm മാറി ഒരു സർക്കിൾ വരയ്ക്കും. സർക്കിളിൻ്റെ റേഡിയസ് 6. ഈ 2 ലൈനിൻ്റെ ആവശ്യമില്ല. ഇനി ഫീച്ചേഴ്സിൽ പോകണം. എക്സ്ട്രൂഡ് കട്ട്. രണ്ട് ഹോള് കട്ട് ചെയ്യേണ്ട ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തെ 20 - 8 20 - 8 12. അങ്ങനെ സർക്കുലർ ഹോൾ കട്ട് ചെയ്തു. ഇനി ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ എഡ്ജിലും ഫില്ലറ്റ് ഉണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ആ ഒരു ഫില്ലറ്റ് കൂടെ നമ്മൾ കൊടുക്കാം. ഫില്ലറ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ ഫീച്ചേഴ്സിൽ ഫില്ലറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എഡ്ജ് ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഫില്ലറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. എന്നിട്ട് റേഡിയസ് 6 mm. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫിഗർ നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.